ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് എവിടെയാണുള്ളത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അപ്സര തിയേറ്ററിലാണ്. അതായത് 70mm സ്ക്രീന് പ്ലസ് ഡോൾബി അറ്റ്മോസ് 4K 1200 സീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. വലിയ തിയേറ്റർ ആണെന്നൊക്കെയാണ് പറഞ്ഞത്. നമ്മൾ മറ്റേ പൈങ്കിളി എന്നുള്ള മൂവിക്കാണ് വന്നിരിക്കുന്നത്. ഇതാണ് തിയേറ്റർ നമ്മുടെ. ദിസ് ഇസ് അവർ തിയേറ്റർ, പൈങ്കിളി അമ്പാൻ. കൊള്ളാം, വലിയൊരു തിയേറ്റർ. പഴയ തിയേറ്ററിൻ്റെ മാജിക് ഫ്രൈമിൻ്റെ ഒരു അടുത്താണ്. ഉള്ളിൽ ഇങ്ങനെയാണ് നൈസ് വൈബ്. ജസ്റ്റ് നോക്കാം നമുക്ക് തിയേറ്ററിൻ്റെ ഇതും അതുപോലെ തന്നെ മൂവി എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ, ലൂസിഫറിലെ ലാലേട്ടൻ. ഇതാണ് ഇപ്പോൾ തിയേറ്ററിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ. മീൻസ് ഒരു റെഡ് തീമ പിടിച്ചിരിക്കണവർ. ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. കാർട്ടൺ മൊന്തി വരിക. അപ്പം പടം അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. മീൻസ് കോമഡി ആ ഒരു ടൈപ്പ് ഓഫ് മീൻസ് അതായത് വൺ ടൈം നൈസായി കാണാൻ പറ്റുന്ന പോലത്തെ ടൈപ്പ്. പിന്നെ അതുപോലെ തന്നെ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്സര 4K, അതായത് 70mm സ്ക്രീന് പ്ലസ് 4K ആറ്റ്മോസ്, സൂപ്പർബ്. ഓവറോൾ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. കോഴിക്കോട് കടലമ്മ മുത്തണകര കോഴിക്കോട് അലുവ മനസ്സുള്ളൊരി കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മടെ കോഴിക്കോട്. കായവറുത്ത് തരാടോ കറുമുറ വയറ് നിറച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ച പിന്നെ നല്ല ഉസാറ്. കൽവില് തേനൊഴുകണ കോഴിക്കോട്. കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ ജസ്റ്റ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ, അതായത് ബീച്ചിനടുത്തുള്ള കുറ്റിച്ചിറ ബിരിയാണി സെൻറ്ററിലേക്കാണ്. ഫുഡിന് പാത്രമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബീഫ് ബിരിയാണിയാണ്. ഫുള്ള് 150 റുപ്പീസ്. ചിക്കൻ ഇവിടെ ബെറ്റർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കനെക്കാളും ബെറ്റർ ബീഫാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബീഫ് പറഞ്ഞേക്കാണ്. ഫുഡ് കഴിച്ചിട്ട് നോക്കാം എന്താ അവസ്ഥയാണ്. ഓക്കെ, നമുക്ക് കഴിച്ച് നോക്കി. ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. നന്നായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചു. ബീഫ് ബിരിയാണി പറഞ്ഞത് 150 റുപ്പീസ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇത് എന്ന് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഈ ബീച്ചിൻ്റെ സൈഡുള്ള ബിരിയാണി സെൻ്ററാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ബീഫാണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. സ്ഥലം എവിടെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ബീച്ചിൻ്റെ മറ്റേ ഇന്ത്യൻ ഓയിലൊക്കെ കഴിഞ്ഞിട്ട് SM സ്ട്രീറ്റ്. ക്രൗഡേ ഇല്ല, നോ ക്രൗഡ്. തിരക്കില്ലാത്ത സ്ഥലം. സൂപ്പർ തിരക്കാണ്. ഇന്ന് സൺഡേയും കൂടെ ആയപ്പോൾ ഒടുക്കത്തെ തിരക്കാണ്. അടിപൊളിയായിട്ട് നൈസ്. ബീച്ചായിട്ട് മൊത്തം ഉണ്ടല്ലോ. ഇതെന്ത് ഞായറാഴ്ച ആയതുകൊണ്ടാ ഗൈസ്. ഇവിടെ ഒരു ലോഡ് ആൾക്കാരുണ്ട് നൈസായിട്ട്. എടുക്കാൻ വേണ്ടിയിട്ട് എത്ര ദൂരം നടന്നുകൊണ്ടിരുന്നു ഈ സാധനം എടുക്കാൻ വേണ്ടിയിട്ട്, വെറുതെ. This is the night vibe of SM Street.